അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ താനാണെന്നും രേണുവല്ലെന്നും അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ത്രീയുടെ വോയിസ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. 4 വർഷത്തോളം സുധിക്കൊപ്പം ജീവിച്ചിട്ടുണ്ടെന്നും രേണുവുമായുള്ള ബന്ധം അറിഞ്ഞതോടെയാണ് സുധിയെ വേണ്ടെന്ന് വച്ചതെന്നൊക്കെ പേര് വെളിപ്പെടുത്താത്ത ഒരു സ്ത്രീ പറഞ്ഞിരുന്നു. ഇത്തരം ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രേണു സുധി. ഇപ്പോൾ സുധിച്ചേട്ടൻ തന്നെ മാത്രമേ നിയമപരമായി വിവാഹം കഴിച്ചിട്ടുള്ളൂവെന്ന് രേണു സുധി വ്യക്തമാക്കി. വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ടാണ് രേണു രംഗത്തെത്തിയത്. കിച്ചുവിൻ്റെ അമ്മയെയും സുധിച്ചേട്ടൻ നിയമപരമായി വിവാഹം ചെയ്തിട്ടില്ല. അവർ സുധിച്ചേട്ടനെ ഉപേക്ഷിച്ച് സ്നേഹിച്ചയാൾക്കൊപ്പം പോയി. അതിനെക്കുറിച്ച് ഞാൻ സുധിച്ചേട്ടനോട് ചോദിച്ചിട്ടേയില്ല. ഒരിക്കൽ ഫേസ്ബുക്കിൽ തന്നോട് പിണക്കമാണോ എന്ന് ചോദിച്ച് ആ സ്ത്രീ മെസ്സേജ് അയച്ചിരുന്നു. കുഞ്ഞിന് പിണക്കമില്ലെന്ന് മറുപടിയും നൽകി. കിച്ചുവിന് 16 വയസ്സുള്ളപ്പോഴാണ് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തത്. കിച്ചു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയെ അവസാനമായി കാണണോ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഇതാണ്, മരിച്ചില്ലല്ലോ, അമ്മ പൊയ്ക്കോളൂ, ഞാൻ ഗെയിം കളിക്കട്ടെ എന്നാണ് അവൻ പറഞ്ഞത്. എന്നാൽ ആ മരണവാർത്ത കേട്ട് സുധിച്ചേട്ടൻ കരഞ്ഞിരുന്നു. എന്തായാലും മകൻ്റെ അമ്മയല്ലേ. വേറൊരാളോടൊപ്പം പോയതാണെങ്കിലും ഇടയ്ക്ക് ഭർത്താവിനെയും കുട്ടി വന്ന് മോൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ട് പോകും. സുധിച്ചേട്ടൻ അപ്പോൾ മാറി നിൽക്കും. അവരുടെ ഭർത്താവ് വേറെ വിവാഹം കഴിച്ചുവെന്നാണ് അറിഞ്ഞതെന്നും രേണു സുധി വ്യക്തമാക്കി.